എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ ടീമിന്റെ തകർപ്പൻ പ്രകടനമായിരുന്നു നമ്മൾ കണ്ടത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്നിംഗ്സിനും വമ്പൻ റൺസിനും ഏകപക്ഷീയമായ വിജയം നേടി ടീം ഇന്ത്യ തങ്ങളുടെ ആധിപത്യം തെളിയിച്ചു. പരാജയപ്പെട്ടെങ്കിലും വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ റോസ്റ്റൺ ചേസ് ഇന്ത്യൻ താരങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അവരുടെ പോരാട്ടവീര്യത്തെയും ടീം സ്പിരിറ്റിനെയും അഭിനന്ദിക്കുകയും ചെയ്തു. KL രാഹുൽ, രവീന്ദ്ര ജഡേജ, ധ്രുവ് ജൂറൽ എന്നിവരുടെ ബാറ്റിംഗിനെയും മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ, കുൽദീപ് യാദവ് എന്നിവരുടെ കിടിലൻ ബൌളിംഗിനെയും ചേസ് സല്യൂട്ട് ചെയ്തു. ഇന്ത്യൻ ആക്രമണം സാധാരണയായി ക്രിക്കറ്റിന്റെ ആവേശം ഓരോ നിമിഷവും കളി മാറുന്നതിലാണ്. എന്നാൽ അഹമ്മദാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റ് നേരെ തിരിച്ചുള്ള കാഴ്ചയാണ് നൽകിയത്. ഈ മത്സരം പല ഇന്ത്യൻ താരങ്ങൾക്കും അവരുടെ അഗ്നി പരീക്ഷണമായിരുന്നു. ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ റോസ്റ്റൺ ചേസ് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അവർക്ക് തിരിച്ചടിയായി. ടീം ഇന്ത്യയുടെ ബൌളർമാർ താണ്ഡവമാടി. വെറും 12 റൺസ് എടുക്കുന്നതിനിടെ മുഹമ്മദ് സിറാജിന്റെ പന്തിൽ ടാഗ്നറൈൻ ചന്ദ്രപോളിന്റെ വിക്കറ്റ് വീണതോടെ വിൻഡീസിന്റെ തകർച്ച തുടങ്ങി. സിറാജിനൊപ്പം ജസ്പ്രീത് ബുംറയും കുൽദീപ് യാദവും തീപ്പൊരി പ്രകടനം കാഴ്ചവെച്ചു. 100 റൺസ് എത്തിയപ്പോഴേക്കും വിൻഡീസിന്റെ 6 വിക്കറ്റുകൾ നിലംപൊത്തി. ഒടുവിൽ വിൻഡീസിന്റെ ഒന്നാം ഇന്നിംഗ്സ് 162 റൺസിൽ അവസാനിച്ചു. മറുപടി ബാറ്റിംഗിൽ ആക്രമിച്ചു കഴിച്ച ഇന്ത്യൻ ബാറ്റിംഗ് മികവിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 448 റൺസ് എന്ന കൂറ്റൻ സ്കോർ രണ്ടാം ദിനം തന്നെ സ്വന്തമാക്കി. മൂന്നാം ദിനം കളി തുടങ്ങിയുടൻ ക്യാപ്റ്റൻ ശുഭമൻ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയും വെസ്റ്റ് ഇൻഡീസിനെ വീണ്ടും ബാറ്റിംഗിന് ക്ഷണിക്കുകയും ചെയ്തു. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ വിൻഡീസ് പിന്നീട് തിരിച്ചു വന്നില്ല. ഒടുവിൽ ഇന്ത്യ ഇന്നിംഗ്സിനും വമ്പൻ റൺസിനും ജയം സ്വന്തമാക്കി. ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ശക്തിയും പ്രതിഭയുടെ ആഴവും വിളിച്ചോതുന്നതായിരുന്നു. മത്സരശേഷം വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ റോസ്റ്റൺ ചേസ് ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെ ആകാശത്തോളം പുകഴ്ത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അത് ഇങ്ങനെയായിരുന്നു: ഈ ടെസ്റ്റ് മത്സരം ഞങ്ങൾ തോറ്റെങ്കിലും ഒരു ക്രിക്കറ്റർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും പറയട്ടെ, ഇന്ത്യൻ ടീമിന്റെ പ്രകടനം പ്രശംസനീയമായിരുന്നു. ഇത് കേവലം ക്രിക്കറ്റല്ല, മറിച്ച് അച്ചടക്കം, അഭിനിവേശം, അചഞ്ചലമായ ആത്മവിശ്വാസം എന്നിവയുടെ പ്രകടനമാണ്. ഈ ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുക എന്നത് അസാധ്യമാണ്. ലോകത്ത് ഒരു ടീമിനും അനായാസം ജയിക്കാൻ കഴിയാത്ത ടീമാണിത്. ഇവരുടെ ഒത്തൊരുമയും തന്ത്രങ്ങളും സമാനതകളില്ലാത്തതാണ്, ചേസ് പറഞ്ഞു. ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നല്ല സ്കോർ നേടുമെന്ന് കരുതി. പക്ഷേ ഇന്ത്യൻ ബൌളർമാർ തുടക്കം മുതൽ സമ്മർദ്ദത്തിലാക്കി. മുഹമ്മദ് സിറാജിന്റെ ബൌളിംഗ് ഞങ്ങളുടെ ബാറ്റ്സ്മാൻമാരെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചു. ടാഗ്നറൈൻ ചന്ദ്രപോളിനെ പുറത്താക്കിയ രീതി അദ്ദേഹത്തിന്റെ കഴിവിന്റെ മികച്ച ഉദാഹരണമാണ്. ജസ്പ്രീത് ബുംറയുടെ ബൌളിംഗ് ഞങ്ങൾക്ക് പേടി സ്വപ്നമായിരുന്നു. കുൽദീപ് യാദവിന്റെ സ്പിൻ ഞങ്ങളെ വട്ടം കറക്കി. 162 റൺസിൽ ഒതുങ്ങിയത് അവരുടെ തന്ത്രപരമായ ബൌളിംഗിന്റെ ഫലമാണ്, ചേസ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ കരുത്ത് ബൌളിംഗിൽ മാത്രം ഒതുങ്ങുന്നില്ല. യശസ്വി ജയസ്വാളിന്റെ തുടക്കം ഞങ്ങളുടെ ബൌളർമാരെ പ്രതിരോധത്തിലാക്കി. KL രാഹുൽ കളിച്ച രീതിക്ക് മറുപടിയില്ലായിരുന്നു. ക്യാപ്റ്റൻ ശുഭമൻ ഗില്ലിന്റെ അർദ്ധ സെഞ്ചുറി ടീമിന് സ്ഥിരത നൽകി. അതിനുശേഷം ധ്രുവ് ജൂറലും രവീന്ദ്ര ജഡേജയും ചെയ്തത് അവിശ്വസനീയമായിരുന്നു. ജൂറലിന്റെ ആക്രമണോത്സാഹവും സെഞ്ചുറിയും അദ്ദേഹത്തിന്റെ ഭാവി വാഗ്ദാനമാണ്. ജഡേജയുടെ ഓൾറൗണ്ട് പ്രകടനം ടീമിന്റെ ആഴം വ്യക്തമാക്കുന്നു. രണ്ടാം ഇന്നിംഗ്സിലും അവർ ഞങ്ങൾക്ക് അവസരം നൽകിയില്ല. രവീന്ദ്ര ജഡേജയുടെ സ്പിൻ ബൌളിംഗ് ഞങ്ങളെ പൂർണ്ണമായും ബന്ധനത്തിലാക്കി. ഇന്ത്യൻ ടീമിന്റെ ഫീൽഡിംഗും മികച്ചതായിരുന്നു. ക്യാച്ചുകളും റണ്ണൌട്ടുകളും ഞങ്ങളെ കുഴക്കി. ശുഭമൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി അതിശയകരമായിരുന്നു. ഈ ടെസ്റ്റ് മത്സരം തെളിയിക്കുന്നത് ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുക എന്നത് ആർക്കും എളുപ്പമുള്ള കാര്യമല്ലെന്നാണ്. എന്റെ ടീമിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവർ പരമാവധി ശ്രമിച്ചു. പക്ഷേ മികച്ച ടീമിനോടാണ് ഞങ്ങൾ തോറ്റെന്ന് സമ്മതിക്കണം. ഇന്ത്യൻ ടീമിലെ ഓരോ കളിക്കാരനും ഓരോ ചാമ്പ്യനാണ്. മുഹമ്മദ് സിറാജിന്റെ വേഗതയുടെയും കൃത്യതയുടെയും ആരാധകനായി ഞാൻ മാറി. ബുംറയുടെ തന്ത്രപരമായ ബൌളിംഗ് ലോകോത്തരമാണ്. രാഹുൽ, ജൂറൽ, ജഡേജ എന്നിവരുടെ ബാറ്റിംഗ് ഒരു മികച്ച ബാറ്റിംഗ് നിര എങ്ങനെ ആയിരിക്കണമെന്ന് കാണിച്ചു തന്നു. ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ മാനസിക കരുത്താണ്. കോച്ചിംഗ് സ്റ്റാഫിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഓരോ കളിക്കാരനും അവരവരുടെ റോൾ കൃത്യമായി മനസ്സിലാക്കുന്നു. ഈ മത്സരം ഞങ്ങൾക്ക് വലിയൊരു പാഠമായിരുന്നു. അടുത്ത മത്സരത്തിൽ ഞങ്ങൾ മെച്ചപ്പെടാൻ ശ്രമിക്കും. എന്നാൽ ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണെന്നതിൽ സംശയമില്ല. ഇന്ത്യൻ ടീമിനെ കളിക്കുക എന്നത് അഭിമാനകരമായ അനുഭവമാണ്. ക്രിക്കറ്റ് എങ്ങനെ കളിക്കണമെന്ന് അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇന്ത്യൻ ആരാധകർക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ടീമാണിത്, ചേസ് പറഞ്ഞു നിർത്തി. ഇന്ത്യൻ ടീമിന്റെ ഈ തകർപ്പൻ പ്രകടനം ക്രിക്കറ്റ് ലോകത്തിന് ഒരു മാതൃകയാണ്. കാത്തിരിക്കാം നമുക്കിനി രണ്ടാം മത്സരത്തിനായി. അപ്പോൾ ഈ മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.